Hi all, welcome back. നമ്മൾ TestNG പാരാമീറ്ററൈസേഷൻ എന്നുള്ള ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വന്നത്. എനിവേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ TestNG പാരാമീറ്ററൈസേഷനിലെ ആദ്യത്തെ മെത്തേഡ് ഡേറ്റ പ്രൊവൈഡർ ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്കതിന്റെ രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. അതായത് പാരാമീറ്റേഴ്സ് ഇൻ ടെസ്റ്റ് അനോട്ടേഷൻ. അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ TestNG പാരാമീറ്ററൈസേഷൻ എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ട് അതിലേക്ക് പോവാം. നിങ്ങൾ മറന്നിട്ടുണ്ടാവും, കുറച്ച് ദിവസം ആയില്ലേ. അപ്പൊ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് ഒരു മെത്തേഡിലേക്ക് നമ്മൾ വാല്യൂസിനെ പാസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഒരു സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ നമ്മൾ എ ബി അങ്ങനെ രണ്ട് ഇൻപുട്സ് ആണ് എനിക്കുള്ളത്. അപ്പൊ ഈ എയുടെ വാല്യൂ ഞാനിപ്പോ 10 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നു, ബിയുടെ വാല്യൂ 20 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നു. എപ്പോഴൊക്കെ ഈ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്താലും എനിക്ക് 30 എന്നൊരു ഔട്ട്പുട്ടേ കിട്ടുള്ളൂ, അല്ലെ? ഞാൻ അവിടെ ഹാർഡ് കോഡ് ചെയ്ത് ഈ വാല്യൂസ് ഞാൻ അവിടെ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്താലും നമുക്ക് 30 എന്നുള്ളൊരു റിസൾട്ട് ആ മെത്തേഡ് തരും. അപ്പൊ എനിക്ക് ഈ 30 എന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ പാരാമീറ്റർ, അതായത് ഈ 10, 20 അവിടെ ഹാർഡ് കോഡ് ചെയ്ത് വെക്കാതെ അത് പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അത് 10, 20 അല്ല, ഏത് വാല്യൂ ആണോ എനിക്ക് സം ചെയ്ത് കിട്ടേണ്ടത് ആ വാല്യൂസിനെ ഞാൻ പുറത്തുനിന്ന് പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മെത്തേഡ് കുറച്ച് ജനറൽ ആയി, അല്ലെ? എനിക്ക് ഏതൊക്കെ വാല്യൂസിന്റെ ആണോ സം കണ്ടുപിടിക്കാനുള്ളത് ആ സമയത്ത് ഈ വാല്യൂസ് പാസ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് സം കിട്ടും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ്, നമുക്ക് ഇൻപുട്സിനെ ഡൈനാമിക് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് TestNGയിലേക്ക് വരുമ്പോഴത്തേക്കും അത് TestNG പാരാമീറ്ററൈസേഷൻ ആയി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ഇൻപുട്സ് കൊടുക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ മെത്തേഡ് ഒരു ജനറൽ മെത്തേഡായി മാറുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ TestNG ഇങ്ങനെ ഈ പാരാമീറ്ററൈസേഷൻ എന്നുള്ള ഒരു സംഭവം അച്ചീവ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അതായിരുന്നു നമ്മുടെ ഡേറ്റ പ്രൊവൈഡർ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡേറ്റ പ്രൊവൈഡർ ആണ്. അതാണ് ഇതിന്റെ ഒരു ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് എന്നുള്ള ഒരു അനോട്ടേഷൻ ടെസ്റ്റ് അനോട്ടേഷന്റെ കൂടെ യൂസ് ചെയ്തുകൊണ്ടാണ് വേറൊരു രീതിയിൽ ഇതിനെ അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ഈ പേരുകൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, കാര്യം ഇതിന് ജനറൽ ആയിട്ട് പറയുന്നത് TestNG പാരാമീറ്ററൈസേഷൻ എന്നാണ്. പിന്നെ അതിലെ ഒരു മെത്തേഡും കൂടിയാണ് ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആവരുത്. നിങ്ങളത് ഇന്റർവ്യൂസിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞിട്ട് പാരാമീറ്ററൈസേഷനിൽ ഒരു മെത്തേഡാണെന്ന് പറഞ്ഞാൽ മതി. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഡെപ്തിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഈ പാരാമീറ്റേഴ്സ് ടെസ്റ്റ് അനോട്ടേഷനിൽ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം പാരാമീറ്ററൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റിനെ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ലോഗിൻ ഉണ്ടല്ലോ, ഫേസ്ബുക്ക് ലോഗിൻ, അത് തന്നെയാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആകെ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് അനോട്ടേഷൻ മുകളിൽ കൊടുത്തു. ടെസ്റ്റ് കൊടുക്കുന്ന അറിയാലോ, മെയിൻ മെത്തേഡ് ഇല്ല, നമ്മൾ ഇതിനെ TestNG വഴിയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ടെസ്റ്റ് അനോട്ടേഷൻ ഉണ്ട്. ഇനി ഇതിനകത്ത് ഈ ഒരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലുള്ളത് ഡ്രൈവർ ഇസ് ഈക്വൽ ടു ന്യൂ ChromeDriver, ആ ഡ്രൈവർ ലോഞ്ച് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഫേസ്ബുക്ക് പേജ് ലോഡ് ചെയ്യാനായിട്ടുള്ളതാണ് രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് പേജ് ലോഡ് ചെയ്യും. ഇനി അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ഇമെയിൽ അഡ്രസ് ഫീൽഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നു. തൽക്കാലം ഇവിടെ വാല്യൂ കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ആണ്. ഇനി അടുത്തത് നമ്മൾ ഫേസ്ബുക്ക് എന്നുള്ള ഫീൽഡിനെ ഇൻസ്പെക്ട് ചെയ്തെടുക്കുന്നു, അതിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നു. ദെൻ ലോഗിൻ ബട്ടണും കണ്ടുപിടിച്ചതിന് ശേഷം ക്ലിക്കാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? പിന്നെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് ഡിലേ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ മെത്തേഡിനകത്തുള്ളത്. ഓക്കെ, ടെസ്റ്റ് മെത്തേഡാണ്. ഇനി ഇത് നമുക്ക് ഈ ഇവിടെ കൊടുക്കേണ്ട ഈ ഇൻപുട്ട് ഉണ്ടല്ലോ, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഇമെയിൽ പിന്നെ പാസ്വേഡ്, ഇത് രണ്ടും എനിക്ക് ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കാതെ എനിക്ക് എന്ത് ചെയ്യണം, പാരാമീറ്റേഴ്സ് എന്നുള്ള അനോട്ടേഷൻ വഴി എനിക്ക് പാസ് ചെയ്യണം. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡേറ്റ പ്രൊവൈഡർ ചെയ്ത പോലെ ഡയറക്റ്റ് ഇവിടെ ചെയ്യല വേണ്ടത്. ഇതിന് നമുക്ക് TestNGയുടെ XML ക്ലാസ് വേണം, TestNG XML ക്ലാസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതുപോലെ നിങ്ങളുടെ ടെസ്റ്റ് കേസ്, ഏത് ടെസ്റ്റ് കേസ് ആണോ നിങ്ങൾക്ക് പാരാമീറ്റർ ആക്കി ചെയ്യേണ്ടത്, ആ ടെസ്റ്റ് കേസ് എഴുതിയതിന് ശേഷം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ ഒരു വാല്യൂ വെച്ചിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, കറക്റ്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യണമെന്നൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ പെർട്ടിക്കുലർ ക്ലാസ് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ ക്ലാസ്സിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു TestNG ഫയൽ ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, കൺവേർട്ട് ടു TestNG ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം. അപ്പോൾ ഇതിന് ഏത് ക്ലാസ് ആണോ എന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ ഇവിടെ സെലക്ട് ആയിട്ട് വരും. ആ നിങ്ങൾ സെലക്ഷൻ വെച്ചിരിക്കുന്ന ക്ലാസ് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പാരാമീറ്റേഴ്സ് എന്നുള്ള ആ ക്ലാസ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, കൺവേർട്ട് ടു TestNG കൊടുത്തു. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഫിനിഷ് ചെയ്യാം. ഓൾറെഡി ഞാൻ നേരത്തെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഉള്ളത്, അത് ഓവർ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിവിടെ താഴെ കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ TestNG.xml എന്നുള്ള ഈ പ്രോജക്റ്റിൻ്റെ വേറെ പ്രോജക്റ്റാണ് ഈ ടെസ്റ്റ് എന്ന് കിടക്കുന്നത്. ഇതിന്റെ താഴെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് TestNG ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, TestNG കൺവേർട്ട് ടു TestNG, ഇത്രേ ഉള്ളൂ. ഓക്കെ കൊടുക്കുക, കൺവേർട്ട് ആയി. ഇനി ഈ TestNG.xml ജനറേറ്റ് ആയിട്ടുണ്ടാവും, അതിവിടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിലേക്ക് പാസ് ചെയ്യേണ്ട വാല്യൂ, നിങ്ങൾക്ക് ഏത് വാല്യൂ ആണോ ഇത് ഈ മെത്തേഡിലേക്ക്, അതായത് ആ ടെസ്റ്റ് ക്ലാസ്സിലേക്ക് പാസ് ചെയ്യാനുള്ളത്, അതിവിടെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുക. ഇവിടെ എന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് യൂസർ നെയിമും പാസ്വേഡുമാണ് അല്ലെ. കാരണം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തത് ഈ ഫേസ്ബുക്ക് പേജ് ആണ്, അതിൽ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡുമാണ് എനിക്ക് വേണ്ടത് അല്ലെ. അപ്പൊ 2 പാരാമീറ്റേഴ്സ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ ടെസ്റ്റ് കേസ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര പാരാമീറ്റേഴ്സ് വേണമെങ്കിലും കൊടുക്കാം, 2 എണ്ണം അല്ല എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ 2 എണ്ണത്തിന്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 എണ്ണേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാരാമീറ്റർ, അത് ടെസ്റ്റിന്റെ മുകളിൽ കൊടുക്കുക പാരാമീറ്റേഴ്സ് എന്നുള്ളത്. കാരണം ഇത് ജനറൽ ആണ്, ഈ ഒരു ടെസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ മുകളിൽ പാരാമീറ്റർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അടിച്ചോട്ടെ. പാരാമീറ്റർ കണ്ടോ, നിങ്ങൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവിടെ വന്നു. പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു XML വരുന്ന ഒരു ടാഗ് ആണ് കേട്ടോ. പാരാമീറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നെയിം, വാല്യൂ അത് ഓട്ടോമാറ്റിക്കലി വരും. ആ കാണിക്കുന്ന ഓട്ടോ സെഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ എന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്, ഞാൻ 2 എൻ്റർ അടിക്കാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്ലിയർ ആയില്ലെങ്കിലോ. ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് യൂസർ നെയിം ആണ്. അപ്പൊ ഞാൻ ഇതിന് ഇവിടെ യൂസർ നെയിം എന്നുള്ള പേര് കൊടുക്കുന്നു. ഓക്കെ, ഇനി അതിന്റെ വാല്യൂ, അതിൽ ഏത് വാല്യൂ കൊടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ test1 @gmail.com എന്ന് കൊടുക്കാണ്. ഓക്കെ, ഇനി ഒരു പാരാമീറ്ററും കൂടി എനിക്ക് വേണം. ഏതാ വേണ്ടേ? പാരാമീറ്റർ എന്ന് വീണ്ടും ടൈപ്പ് ചെയ്യാം. അപ്പൊ ആ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിളിനാണ് ഈ ആംഗുലർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. അത് അടിച്ചു കൊടുക്കാൻ മറക്കരുത്. അത് അടിച്ചിട്ട് വേണം പാരാമീറ്റർ ഒന്ന് ടൈപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇത്ര ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോ സെഷൻ വന്നു. താഴെ കണ്ട പാരാമീറ്റർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ആ നെയിം, വാല്യൂ എന്നുള്ള ആ 2 സംഭവം പിന്നെയും വരും. ഇനി ഇവിടെ നിങ്ങൾ പാസ്വേഡ് എന്ന് എഴുതുക. എന്നിട്ട് അവന്റെ എന്ത് പാസ്വേഡ് ആണോ റിലവൻ്റ് ആയിട്ടുള്ള ഏത് പാസ്വേഡ് ആണോ അത് കൊടുക്കുക. ഞാനിവിടെ test123 എന്നുള്ള പാസ്വേഡാണ് കൊടുക്കുന്നത്. ദെൻ ഇവിടെ സേവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ 2 പാരാമീറ്റർ നമ്മൾ XML ഫയലിൽ നിന്നാണ് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഡേറ്റ പ്രൊവൈഡർ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ക്ലാസ്സിലാണ് എഴുതി വെക്കുന്നത്, അല്ലെങ്കിൽ അതേ ക്ലാസ്സിൽ തന്നെയാണ് നമ്മൾ ഈ ഡേറ്റ പ്രൊവൈഡർ എഴുതി വെക്കുന്നത്. അതൊരു ലൂപ്പ് പോലെ അല്ലെങ്കിൽ ഒരു അറേ പോലെയാണ് ഡേറ്റ പ്രൊവൈഡർ വർക്ക് ചെയ്യുന്നത് അല്ലെ. പാരാമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ TestNG XML എന്നുള്ള എക്സ്റ്റേണൽ ഫയലിൽ നിന്ന് പാസ് ചെയ്ത് കൊടുക്കാനാണ് നമുക്ക് പാരാമീറ്റർ എന്നുള്ള ഇതുള്ളത്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ഇവിടെ XML ആയിട്ട് കൊടുക്കണം പാരാമീറ്റർ. അതേപോലെ തന്നെ XML എങ്ങനെയാണോ കിടക്കുന്നത്, ടെസ്റ്റും ക്ലാസ്സും ഒക്കെ എങ്ങനെയാണോ ഇതിൽ ആംഗുലർ ബ്രാക്കറ്റിൽ കിടക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഈ പാരാമീറ്ററും കൊടുക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്തതിന് ശേഷം തിരിച്ച് നമ്മുടെ ക്ലാസ്സിൽ വരാം. അപ്പൊ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു, ഏതൊക്കെ വാല്യൂ വേണമെന്നുള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ കിടക്കുന്ന ക്ലാസ് നമ്മുടെ പാരാമീറ്റർ എക്സാമ്പിൾ എന്നുള്ള ക്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? തിരിച്ച് നമ്മുടെ ക്ലാസ്സിൽ പോകണം. ഇനി അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത സാധനത്തിന് ഇവിടെ എത്തിക്കണമല്ലോ. അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തതുകൊണ്ട് മാത്രം ഇവിടെ എത്തില്ല. ഇവിടെ എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ @ടെസ്റ്റിന്റെ താഴെ കേട്ടോ, @ടെസ്റ്റ് ഉണ്ടായിരിക്കണം. അതിന്റെ താഴെ @പാരാമീറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുക. പാരാമീറ്റേഴ്സ് ഈ ക്യാപിറ്റൽ ആണ്. പാരാമീറ്റേഴ്സ് ഈ അനോട്ടേഷൻസിന് എല്ലാം തന്നെ ക്യാപിറ്റൽ ആണ് കേട്ടോ. @ടെസ്റ്റും ടെസ്റ്റും എല്ലാം ക്യാപിറ്റൽ ആണ്. ഇനി ഇവിടെ ഒന്ന് കഴ്സർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ TestNGയുടെ തന്നെ അനോട്ടേഷൻ ഇമ്പോർട്ട് ചെയ്യാം. വേറെ അനോട്ടേഷൻസ് ഒക്കെ കാണിക്കും, പക്ഷെ ഈ ഇമ്പോർട്ട് പാരാമീറ്റേഴ്സ് org.testng അനോട്ടേഷൻസ് കേട്ടോ, ഇത് തന്നെ ഇമ്പോർട്ട് ചെയ്യണം. വേറെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയരുത്. ഓക്കെ, എന്നിട്ട് ഈ പാരാമീറ്റേഴ്സ് എന്നുള്ള ഇവിടെ അനോട്ടേഷൻ ആയിട്ടാണ് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ പാരാമീറ്റർ എന്നുള്ള ടാഗ് ആണ് നമ്മൾ കൊടുത്തത് അല്ലെ. ആംഗുലർ ബ്രാക്കറ്റിൽ പാരാമീറ്റർ എന്നുള്ള ടാഗ് കണ്ടോ, അത് ഇവിടെ ഓട്ടോമാറ്റിക്കലി അത് എടുത്താൽ ക്ലോസും ആയിട്ടുണ്ട്.
ഓക്കെ, ഇവിടെ ടാഗ് ആയിട്ടാണ് നമ്മൾ പാരാമീറ്റർ എന്ന് കൊടുത്തത്. ഇവിടെ @parameters എന്ന് അനോട്ടേഷൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ആ പാരാമീറ്റർ ഇവിടെ എത്തിച്ചോളും. ഇനി ആ രണ്ട് വാല്യൂസ് നിങ്ങൾ ഏത് രണ്ട് വാല്യൂസ് ആണോ അവിടെ കൊടുത്തത് ആ രണ്ട് വാല്യൂ ഇവിടെ കൊടുക്കണം. ഏതൊക്കെയായിരുന്നു? യൂസർ നെയിം, പാസ്വേഡ് എന്നുള്ളതാണ് നമ്മൾ അവിടെ കൊടുത്തത്. അപ്പൊ അത് കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ബ്രേസസ് ഓപ്പൺ ചെയ്യാം. ദെൻ അതിനകത്ത് ആദ്യം ഒരു ബ്രാക്കറ്റ് വേണം, ദെൻ അതിനകത്ത് ബ്രേസസ് ഓപ്പൺ ചെയ്യണം. കണ്ടോ? ഇനി അതിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൊടുക്കുക. യൂസർ നെയിം എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ സംഭവം, കോമ. ഇനി എന്ത് ചെയ്യണം? പാസ്വേഡ്. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് അതേപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വിളിക്കുക. അതിന്റെ നെയിം വാല്യൂ നമുക്ക് ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ നിങ്ങൾ ഇതാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, യൂസർ നെയിം എന്നുള്ളതും പാസ്വേഡ് എന്നുള്ളതും. അപ്പൊ ഈ രണ്ടെണ്ണം യൂസ് ചെയ്യണേ. പാരന്തസിസ് യൂസ് ചെയ്യണം, ബ്രേസസ് യൂസ് ചെയ്യണം. പാരന്തസിസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ നോർമൽ ഒരു ബ്രാക്കറ്റ് ഇല്ലേ, ഈ സംഭവത്തിനാണ് നമ്മൾ പാരന്തസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രോഗ്രാമിൽ ഇപ്പൊ സി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനാണ് ബ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ആ നിങ്ങളുടെ പാരാമീറ്റർ ഏതൊക്കെയാണോ നിങ്ങൾ സെറ്റ് ചെയ്ത് അതിങ്ങനെ കോമ ഇട്ട് കൊടുക്കുക. 3 എണ്ണം ഉണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് മൂന്നാമത്തെയും കൊടുക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ഈ TestNGയുടെ താഴെ വീണ്ടും ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പാരാമീറ്ററും കൂടി വരും. അതിന് വേറൊരു പേര് കൊടുക്കുക. ഒരേപോലത്തെ പേരുകളാവരുത് കേട്ടോ. അപ്പൊ എത്ര പാരാമീറ്റർ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും നിങ്ങൾ കോമ 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 ഇട്ട് ഇതിലിങ്ങനെ എഴുതി കൊടുക്കാം. ഇവിടെ 2 എണ്ണേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 എണ്ണേ കൊടുത്തുള്ളൂ. 3 എണ്ണോ 4 എണ്ണോ എത്രയാന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ കോമ ഇടുക, അത് ഈ ബ്രാക്കറ്റ്സിനുള്ളിൽ അതുപോലെ എഴുതി കൊടുക്കുക. എന്നിട്ട് അപ്പൊ ഇത് ഇവിടെ എത്തി അല്ലെ. TestNGന്ന് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ട് ഇവിടെ നമ്മുടെ യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണെന്നുള്ളത് നമ്മൾ വാല്യൂവിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിന് നമ്മൾ പാരാമീറ്റർ അനോട്ടേഷൻ വെച്ചിട്ട് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി മെത്തേഡിന്റെ ഉള്ളിലേക്ക് ഇതിനെ എത്തിക്കണ്ടേ? മെത്തേഡിന്റെ ഉള്ളിൽ എത്തിച്ചാലല്ലേ. ഇനി ഈ മെത്തേഡിനുള്ളിലേക്ക് ആ വാല്യൂ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 2 പാരാമീറ്റർ എക്സ്ട്രാ കൊടുക്കണം. ഇതെല്ലാം സ്ട്രിങ് ആണ് അല്ലെ. യൂസർ നെയിം ഫീൽഡ് സ്ട്രിങ് ആണ്, യൂസർ നെയിമിലേക്ക് എൻ്റർ ചെയ്യേണ്ട വാല്യൂ സ്ട്രിങ് ആണ്, പാസ്വേഡിലേക്ക് എൻ്റർ ചെയ്യേണ്ട സ്ട്രിങ് ആണ്. അപ്പൊ 2 സ്ട്രിങ് വാല്യൂ പാരാമീറ്റേഴ്സ് ആണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ uname എന്ന് കൊടുക്കുകയാണ്. അതാണ് എല്ലാം ഒരേപോലത്തെ പേര് കൊടുത്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. unameഉം പിന്നെ pwd പാസ്വേഡ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സ് ഞാനിവിടെ മെത്തേഡിന് വേണ്ടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എല്ലാം പാരാമീറ്റേഴ്സ് എന്നാണല്ലേ എല്ലാ സമയം. മൊത്തത്തിൽ ഈ പ്രോസസ്സിന്റെ പേര് പാരാമീറ്ററൈസേഷൻ എന്നാണ്. TestNG XML നമ്മൾ പാസ് ചെയ്യുന്നത് പാരാമീറ്റർ എന്നുള്ള ടാഗ് ആണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന അനോട്ടേഷൻ പാരാമീറ്റേഴ്സ് എന്നുള്ള അനോട്ടേഷൻ ആണ്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ഒരു മെത്തേഡിലേക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടി ഇതിനെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിന് നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. എല്ലാം പാരാമീറ്റേഴ്സ് എന്നാണ്. അപ്പൊ നിങ്ങൾ എല്ലാം പാരാമീറ്റേഴ്സ് ആണ് എന്നുള്ള ഒരു രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഇനി ഇത് എവിടെയാണ് വരേണ്ടതെന്നുള്ളത് നോക്കാം. യൂസർ നെയിം എന്നുള്ളത്, അതായത് uname എന്നുള്ള സംഭവം എനിക്ക് വരേണ്ടത് ഈ സെൻഡ് കീസിലാണ്. അതായത് ഇമെയിൽ അഡ്രസ് ഫീൽഡിലേക്കാണ് എനിക്കത് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ uname കൊടുക്കുന്നു. ഇനി pwd എന്നുള്ളത് എനിക്ക് വരേണ്ടത് ഈ പാസ്വേഡ് ഫീൽഡിലാണ്. അപ്പൊ ഞാൻ അവിടെ pwd എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലും കൂടുതൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത്ര അവിടെ സെറ്റ് ചെയ്യാൻ ആദ്യം XML പോയിട്ട് എത്ര പാരാമീറ്റർ വേണം? 10 എണ്ണം വേണോ? 10 എണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിന്റെയും പേരുകൾ ഡിഫറെന്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇവിടെ യൂസർ നെയിം, പാസ്വേഡ് എന്നൊക്കെ ഞാൻ കൊടുത്ത പോലെ പേരുകൾ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കൊടുക്കുക, അതാത് വാല്യൂവും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് കോമയിട്ട് ആ പേരുകളെല്ലാം കോമയിട്ട് കോഡ്സിൽ ഇതുപോലെ ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. ദെൻ എത്ര എത്ര നെയിംസ് ഇവിടെ ഉണ്ടോ, എത്ര പാരാമീറ്റർ ഇവിടെ ഉണ്ടോ അതനുസരിച്ച് ഇതിനുള്ളിൽ അതിന്റെ ടൈപ്പ് അനുസരിച്ച് ഇതിന്റെ ഉള്ളിലും ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഇവിടെ ഇത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ആ മെത്തേഡിനുള്ളിലേക്ക്. ഇവിടെ എനിക്ക് 2 ഫീൽഡേ ഉള്ളൂ, ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഉള്ളൂ. അതുകൊണ്ട് ഈ 2 എണ്ണത്തിനെ ഞാൻ പാസ് ചെയ്തു. ഇനി 3ാമത് ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ അത് താഴെ വരും. അതിനകത്ത് ഞാൻ സെൻഡ് കീസ് എന്ന് പറഞ്ഞ് 3ാമത്തെ വാല്യൂ എടുത്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പാരാമീറ്റേഴ്സ് ഇവിടെ വരെ എത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റായി. നമുക്കിനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ TestNG XML ഫയലാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ബാക്കി എല്ലാത്തിലും നിങ്ങൾ ആ ഡയറക്റ്റ് ക്ലാസ് തന്നെ നിങ്ങൾ TestNG വഴി എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ഈ ഒരു കേസിൽ TestNG XML ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. കാര്യം വാല്യൂ ഇരിക്കുന്നത് ഇവിടെയാണ്. വാല്യൂ കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സാധനം ഇവിടെ നിന്നാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇത് കിട്ടിയാലേ അവിടെ ചെന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യൂ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. TestNG XML ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. റൺ ആസ് TestNG. ഓക്കെ,
ലോഞ്ചായി, യൂസർ നെയിം എൻ്റർ ചെയ്തു, പാസ്വേഡ് എൻ്റർ ചെയ്തു, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇനി ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു പേജിലേക്കാണ് അത് പോകുന്നത്. കാര്യം ഞാൻ തെറ്റായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു പേജിലേക്ക് വന്നിട്ടാണ് ആ എറർ കാണിക്കുന്നത് കേട്ടോ. അതാണ് ആ പേജിലേക്ക് നാവിഗേറ്റ് ആയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പാരാമീറ്റർ എന്നുള്ളത് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, അത് പാസ്സായി. കാര്യം നമ്മൾ അസേർഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, ചുമ്മാ ഈ വാല്യൂ എടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കണ്ടോ. അപ്പൊ ഇവിടെ എടുത്ത വാല്യൂ എന്താണെന്നുള്ളത് കാണിക്കും. ഈ 2 വാല്യൂസാണ് നമ്മൾ പാസ് ചെയ്ത്, test1@gmail.com test123 എന്നുള്ളത് പാസ്വേഡ് ആയിട്ട് ഇങ്ങനെയാണ് പാസ് ചെയ്തത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് പാരാമീറ്റർ എന്നുള്ള കോൺസെപ്റ്റ്, പാരാമീറ്ററൈസേഷനിലെ പാരാമീറ്റർ എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഡേറ്റ പ്രൊവൈഡറുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.